ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ രക്ഷപ്പെടുത്തിയത് പലസ്തീൻ ഗ്രാമത്തിൽ തടവിലായിരുന്ന 10 ഇന്ത്യക്കാരെ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്കിടയിൽ വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് 10 ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേൽ രക്ഷപ്പെടുത്തി. പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയും ഇസ്രായേൽ പ്രതിരോധ സേനയും നീതിന്യായ മന്ത്രാലയവും ചേർന്ന് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഈ 10 നിർമ്മാണ തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. തൊഴിൽ നില നിർണ്ണയിക്കുന്നതുവരെ ഈ തൊഴിലാളികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ഈ ഇന്ത്യൻ തൊഴിലാളികളെ പലസ്തീൻ മേഖലയിൽ 1 മാസത്തിലേറെയായി ബന്ദികളാക്കിയിരിക്കുകയായിരുന്നു. പലസ്തീനികൾ ഈ തൊഴിലാളികളെ വെസ്റ്റ് ബാങ്കിൽ അൽസായിം ഗ്രാമത്തിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പ്രലോഭിച്ചു കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ തൊഴിലാളികൾ എത്തിയ നിമിഷം പലസ്തീൻ സംഘം അവരുടെ പാസ്പോർട്ടുകൾ കൈക്കലാക്കുകയും ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ അവരെ ഉപയോഗിക്കുകയുമായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ എത്തിയത് നിർമ്മാണ ജോലികൾ ചെയ്യാനായിരുന്നു. കൂടാതെ അന്വേഷണത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടുകളുടെ വ്യാജ ഉപയോഗം IDF കണ്ടെത്തിയിട്ടുമുണ്ട്. 2023 ഒക്ടോബർ 7 ഹാമിസിന്റെ ആക്രമണത്തെ തുടർന്ന് പലസ്തീനിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നതിന് അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിലക്കിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികളെ കൂടുതലായി ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 16,000-ഓളം ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളാണ് ഇസ്രായേലിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.